ഹലോ, വെൽക്കം ബാക്ക് ടു സ്പൈസ് ആൻഡ് ഷൈൻ. എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഇനി നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ കാണാം. ഫ്രിഡ്ജിനെയാണ് ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുവെക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടും അറിയിക്കട്ടോ. ഇന്ന് ഫ്രിഡ്ജില്ലാത്തൊരു വീടില്ല. എല്ലാ വീട്ടിലും ഒരു നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവം തന്നെ ആയി മാറിയിട്ടുണ്ട് ഇന്ന് ഫ്രിഡ്ജ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ പ്ലഗ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വയറൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ്. നിർബന്ധമായിട്ടും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ എന്നാൽ ആദ്യം തന്നെ ഫ്രീസറിലുള്ള എല്ലാ സംഭവവും പുറത്തേക്ക് വെക്കുകയാണ്. അതൊക്കെ ഓരോ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഫ്രീസറത്തെ മുഴുവൻ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം താഴത്തത് തുറന്ന് അത് പുറത്തേക്ക് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഫ്രീസറിലുള്ള സംഭവങ്ങൾ ഒരുപാട് സമയം പുറത്ത് വെക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതും നമ്മളിത് മനസ്സിൽ കാണണം കേട്ടോ. അതായത് നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ പേരിൽ നമ്മളുടെ സംഭവങ്ങളൊന്നും കേട് വരാൻ പാടില്ല. ഒരുപാട് സമയം പുറത്ത് വെക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തിരിച്ചു വെക്കണം. അങ്ങനെ ചെയ്താൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കേടുവരാതെ കിട്ടും. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ബാക്ക് പോയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കേടുവരാനായതിനൊക്കെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് പുതിയത് നമുക്ക് ബാക്കിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് നമുക്ക് ശ്രദ്ധിച്ച് ആവശ്യമില്ലാത്തത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും വല്ല പൊടിയോ മാറാലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ലല്ലോ അല്ലേ, പൊടിയോ എന്തെങ്കിലും നമ്മൾ കറി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വെക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ വെക്കുമ്പോൾ പച്ചക്കറി വെക്കുമ്പോൾ ഒക്കെയാണ് ഓരോ സംഭവങ്ങളും അതിൽ ചാടി ഉണ്ടാവലുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പെട്ടെന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഷൈനിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അധിക പേരും ലൈനിങ് ഒക്കെ വെക്കണത് കണ്ടിട്ടുണ്ട്. ലൈനർ ഇതിനുള്ളിൽ കൂടെയൊക്കെ ഗ്ലാസിൻ്റെ മുകളിലും ഒക്കെ ലൈനർ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വെക്കലില്ല കേട്ടോ. സാധാരണ ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നു, പിന്നെ അതും ഡിസ്റ്റർബാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കണ്ടപ്പോൾ പിന്നെ ഞാനത് മുഴുവനായിട്ട് ഒഴിവാക്കി. പിന്നെ ഈ ലൈനർ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളർ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ലൈറ്റ് താഴെ വരെ എത്തും. അതല്ല നമ്മൾ ഓരോ തട്ടിലും ലൈനർ യൂസ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുള്ള പുള്ളി കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ലൈറ്റ് താഴേക്ക് എത്തൂല, ട്രാൻസ്പെറൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എല്ലാ ഫ്രിഡ്ജിനും അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. അതുപോലെ തന്നെ മുകളിലത്തെ ഫ്രീസറിൻ്റെ ഭാഗത്ത് ലൈറ്റ് ഇല്ല, താഴെയാണ് ഒരു ലൈറ്റ് ഉള്ളത്, അത് സെൻട്രലാണ്. അപ്പോൾ ഇതുപോലെ ലൈനറൊക്കെ വെച്ച് കൊടുത്താൽ അതിന് ഒരിക്കലും താഴേക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് കടത്തി വിടാനുള്ളൊരു കഴിവുണ്ടാവില്ല. അപ്പോൾ താഴേക്ക് ഭയങ്കര ഇരുട്ടായിട്ട് ഫീൽ ചെയ്യും, അപ്പോൾ ഒരു അൺകംഫേർട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ഹാർഡായിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ വേണം നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ. ഞാൻ കരയിട്ടൊന്നുമില്ല, സുർക്ക വിനെഗർ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. എന്ത് കറകളും എന്ത് പുള്ളികളും കാര്യങ്ങളും കറുപ്പടയാളങ്ങളും എല്ലാം മാക്സിമം യൂസ് ചെയ്ത് മാക്സിമം പോരാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യം ഒന്ന് തുടച്ചെടുക്കും, പിന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്തൊന്ന് ഇതാക്കിയതിൻ്റെ ശേഷം, അതും സ്ക്രബ്ബർ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ തുടക്കുന്ന 3 ശീല വെച്ചിട്ടാണ് തുടക്കണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കാൻ, പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കാൻ, പിന്നെ ഒക്കെ തുടച്ചതിൻ്റെ ശേഷം ഒന്ന് ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാൻ. പിന്നെ ചെറിയൊരു ബ്രഷ്, ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ്, അതൊന്നെടുത്തിട്ട് അതിൻ്റെ ഡോറിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആ റബ്ബർ ഉണ്ടല്ലോ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങനെ ചളി വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണം വെച്ചിട്ട് അത് എടുക്കണ രൂപത്തിലോ അല്ലെങ്കിൽ അതിൽ ഇതാവുന്ന രൂപത്തിലോ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ലൈഫിലോ അങ്ങനെ ഏറ്റവും നല്ലത് കുട്ടികളെ കൊണ്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യിപ്പിക്കാതിരിക്കുക. എന്ത് സംഭവങ്ങളും നമ്മൾ എടുത്തു കൊടുക്കുക. അവർ വന്ന് തുറക്കുക അങ്ങനെ ആകുമ്പോൾ
പെട്ടെന്ന് തന്നെ ഡാമേജ് വരും. പിന്നെ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും തണുപ്പുണ്ടാവില്ല. പിന്നെ ഫ്രിഡ്ജിനും തന്നെ ഒരുപാട് സമയം ഇത് കംപ്രസ് ചെയ്ത് തണുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ തന്നെ നല്ല കറണ്ട് ചാർജ് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അതായത് നല്ല സംഭവമായിട്ട് സെറ്റായിട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ന് എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കുക. ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അത് ശീലിപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മൾ തന്നെ ഓൽക്കുള്ള സംഭവങ്ങൾ എടുത്തു കൊടുക്കുക, അവരെ കാര്യങ്ങൾ നമ്മൾ തന്നെ തിരിച്ച് വെച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ അങ്ങനെ ആകുമ്പോൾ അവരും തന്നെ അത് കീപ്പ് ചെയ്യും. അവരങ്ങനെ ഓടി വന്നു കണ്ട് എപ്പോഴും ഫ്രിഡ്ജ് തുറക്കണ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ഇതാ ഫ്രിഡ്ജൊക്കെ ക്ലീനായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡോറിലുള്ളതും അതിനുള്ളിലുള്ളതും എല്ലാ സംഭവങ്ങളും പുറത്തെടുത്ത്, അതേപോലെ റാക്ക്, ഡോർമത്തെ ആ സ്റ്റാൻഡ് എല്ലാം പുറത്തേക്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തത്. പിന്നെ ഫ്രീസറിൽ ഐസ് ട്രേ ഉണ്ട്, അത് ഞാൻ വെക്കാറില്ല, കാരണം ഒരുപാട് സംഭവങ്ങൾ അതിൽ വെക്കാനുള്ളൊരവസ്ഥ ഉണ്ട്. പിന്നെ പച്ചമാങ്ങയുള്ള സമയത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അത് ഇപ്പോഴും ഉണ്ട്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാൽ നല്ല അടിപൊളി കറിയായിരിക്കും. പച്ചമാങ്ങ നമുക്ക് പച്ചമാങ്ങ ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലല്ലോ, അപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫ്രീസറിൽ കാര്യമായിട്ടുള്ളത്. ഇറച്ചി, മീൻ കാര്യങ്ങൾ അങ്ങനെയല്ല, ചക്ക, മാങ്ങ കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ കാര്യമായിട്ടുള്ളത് കടല വെള്ളത്തിലിട്ടത്, പിന്നെ മമ്പയർ വെള്ളത്തിലിട്ടത്, അതൊക്കെ കുതിർത്തിയതിന് ശേഷം നേരെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. അതല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ തലേന്ന് രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. എന്താ ഉണ്ടാക്കേണ്ടതെന്ന് രാവിലെ കയറും പെട്ടെന്നൊരു, അപ്പം അത് കൂടി പുക ഹറി ആവും. അപ്പം അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കടലൊക്കെ വെള്ളത്തിലിട്ട് വെക്കലുണ്ട്. പിന്നെ സ്കൂളിലേക്ക് ഉപ്പേരി കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മമ്പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. ഫിനിഷ്ഡ് ഗുഡ്സ് മാക്സിമം യൂസ് ചെയ്യാതെക്കുക. ചോറ്, കറികൾ, ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ സൂക്ഷിക്കാതിരിക്കുക. അഥവാ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച ആ ഒരു പാത്രത്തിൽ തന്നെ കൊണ്ടുപോയി ചൂടാക്കാനും പാടില്ല. അത് വേറൊരു കണ്ടെയ്നർക്ക് മാറ്റിയിട്ട് വേണം വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം മാത്രം നമ്മൾ ചൂടാക്കിയെടുക്കുക. ഫ്രിഡ്ജിൽ നിന്നുള്ള അതേ പാത്രം ചൂടാക്കിയാൽ ഭയങ്കര കേടാണ്, നമ്മളെ ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലംസ് ആണ് കേട്ടോ. അത് എന്താണ് പ്രോബ്ലം എന്നൊന്നും എനിക്കറിയില്ല. അതൊരു ക്ലാസ് കേട്ടപ്പോൾ അതിലിങ്ങനെ കേട്ടത്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യൂല. അത് ഞാൻ കറിയൊക്കെ അതേപോലെ കൊണ്ടുപോയി വെക്കും, അതെടുത്തിട്ട് നേരെ അടുപ്പത്തും വെക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ഇപ്പം അത് കേട്ടതിന് ശേഷം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റ് സംഭവങ്ങളൊക്കെ അതാത് എടുത്തു വെച്ചു, വേണ്ടാത്ത സംഭവങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഉൾഭാഗം കഴിഞ്ഞാൽ പോരല്ലോ, നമ്മളിത് ഫുള്ളാവണം എന്നുണ്ടെങ്കിൽ പുറത്തും ക്ലീൻ ചെയ്യണം. നമ്മൾ ഫ്രിഡ്ജിന് അതേപോലെ 12 വർഷത്തിൻ്റെ മുകളിൽ 13 വർഷത്തിൻ്റെ മുകളിൽ വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വരെ അത് പണി മുടക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയാണ്. പക്ഷെ പുറത്ത് ഇങ്ങനെ കുറേ പെയിൻറ്റുകളൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്, അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ പുറത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ കിച്ചണും ഫ്രിഡ്ജും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സമയത്ത് മൈൻഡും ഭയങ്കര റിഫ്രഷാണ്. ഇനി ഓരോ സമയത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.